ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് പോസ്റ്റ് ചെയ്യുന്നത് കുറേ സഹോദരങ്ങൾ ഈ നവംബർ മാസത്തിൽ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് സംശയങ്ങളുമായിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. കുറേ സംശയങ്ങൾ ഇപ്പം എല്ലാവരുടെ മനസ്സിലും ഉണ്ട്. എനിക്ക് തോന്നുന്നു ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് ഇപ്പോൾ കുറേ പ്രവചനങ്ങളും സന്ദേശങ്ങളും ഒക്കെ കേൾക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ആളുകൾക്കൊക്കെ ഭയങ്കര സംശയമാണ്. ഇത്രയേറെ ടോക്കുകളൊക്കെ കേട്ടിട്ടും അവരുടെ സംശയങ്ങൾ നിലനിൽക്കുകയാണ്. ടോക്കുകൾ കേൾക്കും തോറും സംശയങ്ങൾ വർദ്ധിക്കും. എന്നാൽ ഈ സംശയങ്ങൾക്ക് ആരും മറുപടി കൊടുക്കുന്നുമില്ല. അതൊരു വല്ലാത്ത അവസ്ഥയാണ്. പണ്ടൊക്കെ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് ആരും പറയാറില്ലായിരുന്നു. ഇപ്പോൾ ശുദ്ധീകരണ സ്ഥലമാണ് എല്ലാവരുടെയും വിഷയം. അതൊരു നല്ല കാര്യമാണ്. പണ്ട് ഇതൊക്കെ പറഞ്ഞാൽ വലിയ പേടിയാണ്. ഇന്ന് കുറച്ച് പേടിയൊക്കെ തീർന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ സംശയങ്ങൾക്ക് മീതെ സംശയങ്ങളാണ് ഇപ്പോൾ സാധാരണ മനുഷ്യർ. കുറേ സംശയങ്ങൾ. ഞാൻ ഈ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് പറയാൻ തുടങ്ങിയിട്ട് ഒരു 8 വർഷം ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ അറിയാം. ആരും ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് ടച്ച് ചെയ്യാത്ത സമയത്ത് ഞാനിത് പറഞ്ഞു തുടങ്ങിയതാണ്. അത് വേറെ ഒന്നുകൊണ്ടല്ല, ഈശോയുടെ സന്ദേശം കിട്ടിയിട്ട് തന്നെയാണ്. എന്ത് അപവാദം വേണമെങ്കിലും കേൾക്കട്ടെ, എനിക്ക് പറയാനുള്ളത് പറയണമെന്ന് ശക്തമായിട്ടുള്ള സന്ദേശം കിട്ടിയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന്. കാരണം എൻ്റെ ജീവിതം അവസാനിക്കുന്നതിനേക്കാൾ മുൻപ് എനിക്ക് തന്നിട്ടുള്ള ജോലികൾ ചെയ്തു തീർക്കണം. എന്തായാലും എനിക്ക് സന്തോഷമുണ്ട്. പല മക്കളും ഇപ്പോൾ ഓരോ വിശുദ്ധർക്ക് കിട്ടിയ ശുദ്ധീകരണ അനുഭവങ്ങളൊക്കെ യൂട്യൂബിലൂടെ പങ്കുവെക്കുമ്പോഴും മനുഷ്യർക്ക് അത് ശരിക്കും സംശയം തീർന്നു കിട്ടുന്നില്ല. സംശയങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറേ പേര് സംശയം ചോദിച്ചപ്പോൾ ഈ സംശയത്തിന് എനിക്ക് അറിയാവുന്ന മറുപടി തരാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പങ്കുവെക്കുന്നത്. എല്ലാവരുടെയും സംശയം, സ്വർഗത്തിൽ മരിച്ചവർ പോയിട്ടുണ്ടോ? നരകത്തിൽ പോയിട്ടുണ്ടോ? പിന്നെ ഈ സ്വർഗവും നരകവും ശരിക്കും എപ്പോഴാണ് ഉണ്ടാവുക? അതുപോലെ പലരും പറയും, എൻ്റെ ഇന്ന ആള് മരിച്ചുപോയി, എവിടെയാണ് കിടക്കുന്നതെന്ന് ഒന്ന് പറയാമോ? അങ്ങനത്തെ ആളുകളോട് ഞാൻ അപ്പം തന്നെ മറുപടി കൊടുക്കും, അങ്ങനെ പറയാനുള്ളൊരു ചുമതല എനിക്കില്ല. എന്നെ അത് ദൈവം ഏൽപ്പിച്ചിട്ടില്ല. ഞാൻ കാണുന്ന കാഴ്ചകൾ നിങ്ങളോട് പങ്കുവെക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ എൻ്റെ ഇന്ന ആള് മരിച്ചിട്ടുണ്ട്, ആൾ എവിടെയാണ് കിടക്കുന്നത്, ആൾക്ക് സുഖമാണോ, ഇതൊന്നും എൻ്റെ ഗിഫ്റ്റല്ല. അതുപോലെ തന്നെ സ്വർഗം നേരിട്ട് കണ്ടിട്ടുണ്ടോ? നരകം ആരെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ? ശുദ്ധീകരണ സ്ഥലം നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇതൊക്കെയാണ് ചോദ്യം. എന്തായാലും ഞാൻ പറഞ്ഞു, ഞാൻ നേരിട്ട് പോയിട്ട് ശുദ്ധീകരണ സ്ഥലമോ സ്വർഗമോ നരകമോ കണ്ടിട്ടില്ല. ഞാൻ കാണുന്നതെല്ലാം ദർശനങ്ങളാണ്. 1-2 പ്രാവശ്യമേ ഞാൻ ആത്മാക്കളെ നേരിട്ട് കണ്ടിട്ടുള്ളൂ. അതും ഞാൻ വിളിച്ച് വരുത്തുന്ന ആത്മാക്കളല്ല. ഓരോ രാജ്യത്ത് ചെല്ലുമ്പോൾ ഓരോ അനുഭവങ്ങൾ തരും. അങ്ങനെ കണ്ടിട്ടുള്ളതാണ്. പിന്നെയൊക്കെ കാണുന്നത് ദർശനത്തിലൂടെയാണ്. ഞാൻ ഒരിക്കൽ ഓപ്പറേഷൻ കഴിഞ്ഞ് എന്നെ ട്രോളിയിൽ കൊണ്ടുവരുമ്പോൾ എനിക്കൊരു കാഴ്ച ഉണ്ടായി എന്ന് നിങ്ങളോട് എല്ലാവരോടും ഞാൻ പങ്കുവെച്ചിട്ടുണ്ട്. അതും ഞാൻ ഒരു മരിച്ച അവസ്ഥയിലായിരിക്കുമ്പോൾ കാണുന്ന ഒരു ചിത്രമാണ്. അതിൽ ഞാൻ കണ്ട കാഴ്ച, പ്രിയ കൂട്ടുകാരെ, എനിക്ക് എൻ്റെ വാക്കുകളിൽ വർണ്ണിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് അതിൻ്റെ അവസ്ഥകൾ. അവിടെ ഞാൻ പരിശുദ്ധ അമ്മയെയും കുറേ പടയാളികളെ പോലുള്ള ആളുകളെയും കണ്ടു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. അതുപോലെ ഉയരത്തിൽ മതിലുള്ള ഡ്രൈ ആയി കിടക്കുന്ന, അനന്തമായി കിടക്കുന്ന ഒരു സ്ഥലം, ആരുമില്ല, ഞാൻ മാത്രം. ഇതിനൊക്കെ എന്തിനു വ്യാഖ്യാനുണ്ടാകും? ഞാൻ വിചാരിച്ചു അത് ഞാൻ കിടക്കാൻ പോകുന്ന ശുദ്ധീകരണ സ്ഥലമായിരിക്കുമെന്ന്. അപ്പം ഞാൻ പറയുന്നുണ്ട്, എനിക്ക് മാതാവിൻ്റെ അടുത്തേക്ക് പോയാൽ മതി എന്ന്. പക്ഷെ ആരും എന്നെ കൊണ്ടുപോകുന്നില്ല. കാരണം അവിടുത്തെ ഒരു അവസ്ഥ ഒരു ഭയങ്കര അവസ്ഥയാണ്. പിന്നെ ഞാൻ ഈ സ്ഥലത്തേക്ക് പോയത് നടന്നിട്ടല്ല, ഞാൻ ഒഴുകിയാണ് പോയത് എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആരോ എന്നെ ഇങ്ങനെ കൊണ്ടുപോകുന്ന പോലെ. എങ്ങനെയാണ് പോകുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ നടന്നല്ല പോകുന്നത്.
ഇത്ര മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഒരു ദർശനം. പിന്നീട് ഒരു അമ്മച്ചിക്ക് ഇതുപോലെ ഇന്ത്യൻ ICUവിൽ വെച്ചൊരു അനുഭവം ഉണ്ടായത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ആ അമ്മ നേരിട്ട് കണ്ടതുപോലെ പറയുന്നത്. അതൊക്കെ സത്യങ്ങൾ തന്നെയാണ്. അതൊക്കെ സ്വർഗത്തിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു അംശമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്താണെന്നോ, ഈ സ്വർഗത്തിൻ്റെ അവസ്ഥകളും നരകത്തിൻ്റെ അവസ്ഥകളും ശുദ്ധീകരണ സ്ഥലവും ഒന്നും നമ്മൾ കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ഹൃദയം ഗ്രഹിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അത് നമുക്ക് ഓരോ വചനങ്ങൾ എടുത്താൽ അറിയാം. പ്രിയ കൂട്ടുകാരെ, ഞാൻ വിചാരിക്കുന്നത് ഈ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ഒക്കെ ആധികാരികമായി ബൈബിൾ അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇന്നു മുതൽ ഈശോ എന്നോട് പറയുന്നു, ഇത് നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന്. എല്ലാം ഒരു ദിവസം കൊണ്ട് പറഞ്ഞു തരാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഇന്നു മുതൽ ആദ്യം മുതലേ ഉള്ള കാര്യങ്ങൾ ഒരു 20 മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറോ സമയമെടുത്ത് പല പുസ്തകങ്ങളിൽ നിന്നും, പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നിന്നും അതുപോലെ തന്നെ ചാവറ പിതാവിൻ്റെ പുസ്തകങ്ങളിൽ നിന്നും ഒക്കെ കാണുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ശ്രദ്ധയോടെ കേട്ടാൽ കുറേ സംശയങ്ങൾക്കൊക്കെ മറുപടിയാകും. അപ്പോൾ പിന്നെ നമ്മൾ കുറേ വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിൽ വെച്ച് കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. ഇന്ന് ഞാൻ പറയുന്നത്, നമ്മൾ ലോകാവസാനം എപ്പോഴാണ് നടക്കുക, അത് ഏത് മാസം, ഏതാ ഡേറ്റ്, നമ്മളതൊന്ന് അന്വേഷിച്ച് പോകണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ സ്വർഗം എപ്പോഴാണ് ഉണ്ടാകുക, നരകം ഉണ്ടോ, അതിന് കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ഇത് തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് നിങ്ങളോട് 2 കാര്യങ്ങൾ പൊതുവായിട്ട് സൂചിപ്പിക്കാം. സ്വർഗം ഉണ്ടോ എന്നുള്ള കാര്യം സംശയമില്ല. നമ്മുടെ സഭയുടെ സത്യങ്ങളാണ് മരണം, വിധി, തനത് വിധി, അന്ത്യവിധി, സ്വർഗം, നരകം. ഇതെപ്പോഴാണ്, എന്താണ് അതിൽ പോയാത്ത കാര്യങ്ങൾ, ഇതൊക്കെയാണ് സംശയം. എന്നോട് ഒരാൾ ചോദിച്ചത്, എൻ്റെ അപ്പം മരിച്ചപ്പോൾ പറഞ്ഞല്ലോ അപ്പച്ചൻ സ്വർഗത്തിലായിട്ടുണ്ടെന്ന്. മരിച്ച് അടക്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ പറയാണ് അപ്പച്ചൻ നന്നായിട്ടുണ്ട്, ഈ അമ്മ നല്ല സ്വർഗത്തിലാണ് പോയിരിക്കണേ എന്ന്. ചിലർ മരിക്കുമ്പോൾ പറയും ഇവൻ നരകത്തിൽ പോയിട്ടുണ്ടാകും എന്ന്. ഈ 2 സംസാരത്തിലും വലിയ അപകടം പതിയിരിക്കുന്നുണ്ട്. ഞാൻ ഈ ആധികാരികമായ സംസാരം ഷെയറിങ് നടത്തുന്നതിനേക്കാൾ മുൻപ് ഞാൻ പറയുകയാണ്, ഈ ദിവസങ്ങളിൽ വന്നിട്ടുള്ള ഒരു സംശയമായിരുന്നു. സ്വർഗത്തിൽ പോയി, നരകത്തിൽ പോയി, ഇത് രണ്ടും പറയുമ്പോൾ സൂക്ഷിച്ച് പറയണം. കാരണം ഇങ്ങനെ പറയുന്നതിൽ വലിയ അപകടം പതിയിരിക്കുന്നുണ്ട്. ഇനി പഠനങ്ങൾ നമ്മളെടുത്താൽ അവസാന വിധിയിൽ കർത്താവ് വരും, സ്വർഗവും നരകവും, ഇടത്തും വലത്തും. അപ്പോൾ ഈ മരിച്ചു പോയവരൊക്കെ എവിടെ കിടക്കണേ, അതാണ് സംശയം. ഇപ്പം മരിച്ച് ശുദ്ധീകരണം കഴിഞ്ഞൊരു സ്വർഗത്തിൽ എത്തിയില്ലേ, പിന്നെ എന്തിനാ രണ്ടാമത് അന്ത്യവിധിയിൽ സ്വർഗം? ഇനിയിപ്പോൾ പാപമൊക്കെ ചെയ്ത് മാരകപാപത്തിൽ മരിച്ചവർ നരകത്തിലല്ലേ, ഇനിയിപ്പോൾ അവരെ വല്ലവർക്ക് രക്ഷപ്പെടുത്താൻ പറ്റുമോ? അപ്പോൾ പിന്നെ അവസാന വിധിയിൽ എന്തിനേ സ്വർഗവും നരകം? നമ്മൾ മരിച്ചപ്പോൾ തന്നെ നമുക്ക് സ്വർഗവും നരകം ശരിയായില്ലേ? കുറേ സംശയങ്ങളാണ്. പ്രിയ കൂട്ടുകാരെ, ഞാൻ മനസ്സിലാക്കിയ കാര്യം നിങ്ങളോട് പറയാണ്. മരിച്ചു കഴിഞ്ഞ ഒരാളെക്കുറിച്ച് ആൾ നരകത്തിലാണ്, ആൾ സ്വർഗത്തിലാണ് എന്ന് ഒരു ദർശകരും പറയാൻ പാടില്ല. കാരണം അവർ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് നമുക്ക് എങ്ങനെയാ അറിയാം? നമുക്കറിയില്ലല്ലോ. വിധിക്കുന്നവൻ ദൈവമല്ലേ. എത്ര വലിയ പാപിയാണെങ്കിലും മരണസമയത്ത് അനുദപിച്ചാൽ അവന് ഒരു രക്ഷയുടെ പ്രത്യാശ വരും. അത് നമുക്ക് വചനങ്ങളിലും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥങ്ങളിലും കാണാൻ കഴിയും. ഒരിക്കല് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയോട് ഒരു ഫാദർ ഒരു കൂടിക്കാഴ്ചയിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഫാദർ പീട്രോ റിഗി ചോദിക്കുന്നുണ്ട്, എന്താ ഈ അന്ത്യകാര്യങ്ങളെക്കുറിച്ച് കത്തോലിക്ക സഭ വളരെ വിരളമായിട്ട് സംസാരിക്കുന്നുള്ളൂ, അതെന്താണ്?
എന്താണ് നരകം, എന്താണ് സ്വർഗം, ഇതൊന്നും മക്കൾക്ക് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല എന്ന്. ആ ഒരു കൂടിക്കാഴ്ചയിൽ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പറഞ്ഞ ഒരു കാര്യമുണ്ട് നരകത്തിനെ കുറിച്ച്. ഒരിക്കലും രക്ഷപ്പെടാനാവാത്ത വിധം തങ്ങളെ തന്നെ നശിപ്പിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തിന് വസിക്കാൻ ഒരംശം പോലും ഇല്ലാത്തവരാണ് നരകത്തിൽ പോവുക. ദൈവസ്നേഹത്തിൻ്റെ ഒരു അംശം പോലും ഇല്ലാത്തവരാണ് നരകത്തിൽ പോവുക. അത് എണ്ണത്തിലധികം ഉണ്ടാകില്ല എന്ന് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പറഞ്ഞു. അതാണ് നരകം. അതുപോലെ തന്നെ പറയുന്നുണ്ട്, മരണത്തോടുകൂടി ഉടൻ തന്നെ ദൈവത്തിൻ്റെ ഐക്യത്തിലേക്ക് പോകുന്ന അത്ര വിശുദ്ധി പ്രാപിച്ചവരും ചുരുക്കമാണ്. അപ്പോൾ സ്വർഗത്തിലും വളരെ കുറച്ച് ആളുകളെ ഉണ്ടാകുള്ളൂ എന്ന് ചുരുക്കം. ഈ സ്വർഗത്തിലും നരകത്തിലും കുറച്ച് ആളുകളെ ഉണ്ടാകുള്ളൂ. ഒന്ന്, ഒരു തെറ്റുമില്ലാതെ വിശുദ്ധിയുടെ പൂർണ്ണ വസ്ത്രം അണിഞ്ഞവരും ഒരു നന്മയും ഇല്ലാതെ മരിച്ചു പോയവരും ചുരുക്കമാണ്. അപ്പോൾ അവിടെയും അധികം പേരുണ്ടാകില്ല എന്ന് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഇതിനെക്കുറിച്ച് നമ്മുടെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കിയാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഈ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 10:27 ഖണ്ഡികയിൽ നമ്മൾ കാണും, ദൈവത്തോടും ക്രിസ്തുവിലുള്ള എല്ലാവരോടും ഒപ്പമുള്ള ഭാഗ്യപ്പെട്ട സംസർഗം, അതായത് ഈ സ്വർഗത്തിൻ്റെ രഹസ്യം എല്ലാ ഗ്രഹണശക്തിക്കും വിവരണത്തിനും അതീതമാണ്. ഈ സ്വർഗത്തിനെയും നരകത്തിനെയും കുറിച്ചുള്ള മനുഷ്യൻ്റെ ദർശനങ്ങളും വിവരണങ്ങളും ഒക്കെ അത് നമുക്ക് പൂർണ്ണതയെന്ന് പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതായത് അതൊക്കെ മനുഷ്യൻ്റെ ചിന്തയ്ക്ക് അതീതമാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, അതൊക്കെ കുറച്ച് മനസ്സിലാകും. അല്ലാതെ പൂർണ്ണതയിൽ ഈ സ്വർഗത്തിനെയും നരകത്തിനെയും കുറിച്ച് നമുക്ക് അറിയാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നുണ്ട്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമാണ്. അതായത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, മനുഷ്യഹൃദയം ഗ്രഹിച്ചിട്ടില്ല. അതായത് സ്വർഗം കണ്ടു, നരകം കണ്ടു എന്നൊക്കെ പറയുമ്പോൾ അത് മനുഷ്യഹൃദയത്തിൽ ശരിക്കും അത് ഗ്രഹിച്ചിട്ടില്ല, ആർക്കും അത് ഗ്രഹിക്കാൻ പറ്റിയിട്ടില്ല എന്നതാണ് പറയുന്നത്. അതിൻ്റെ ഒരു ഭാഗമോ ഒരു ദർശനമോ ഒരു ഛായാദർശനമോ ഒക്കെയാണ് കിട്ടിയിട്ടുള്ളൂ. ശരിയായിട്ടുള്ള സ്വർഗവും നരകത്തിനെയും കുറിച്ച് കണ്ടിട്ടില്ല. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമാണ്. അത് മനുഷ്യരുടെ ഹൃദയത്തിനൊന്നും ഇപ്പം ഗ്രഹിക്കാൻ പറ്റില്ല എന്നതാണ് വാസ്തവം. അപ്പോൾ നമ്മളൊക്കെ കാണുന്നത് ഒരു ചെറിയ ഓരോ മുക്കും മൂല എന്നുള്ളൊരു ദർശനങ്ങൾ മാത്രം. അതെല്ലാം പൂർണ്ണമാണെന്നും ഞാൻ കണ്ടതാണ് ശരി, ഞാൻ കണ്ടതുപോലെയാണ് കാര്യങ്ങൾ എന്നൊരിക്കലും പറയാനുള്ള അവകാശം നമുക്കില്ല, യോഗ്യതയുമില്ല. ഈശോ പറയുന്നു അതൊരിക്കലും ആർക്കും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അതിനൊക്കെ ഒരു ഭാഗമാണ് കൊടുക്കുന്നത്. അതുപോലെ ഈ ലോകാവസാനത്തെക്കുറിച്ച് പലരും ചോദിക്കും. ലോകാവസാനം എന്ന് ആ മണിക്കൂർ പിതാവിന് മാത്രമേ അറിയുള്ളൂ, പുത്രന് പോലും അറിയില്ല എന്ന് പറയുമ്പോൾ മനുഷ്യരായി നമ്മളെ എങ്ങനെയാണിത് വ്യാഖ്യാനിക്കുന്നത്? എന്തായാലും ലോകം അവസാനിക്കും എന്നുള്ളത് ഉറപ്പാണ്. അന്ത്യവിധിയിൽ ആകാശത്തിൽ, ഇതൊക്കെ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതാണ്. കുരിശടയാളത്തോടു കൂടി കർത്താവ് വരും, രണ്ടിന് രണ്ടാക്കി തിരിക്കും. ഇതിലൊന്നും ഒരു തർക്കമുള്ള കാര്യങ്ങളല്ല. അത് എന്നാണ്, അത് ഇങ്ങനെ സംഭവിക്കും അങ്ങനെ സംഭവിക്കും ഒരാൾക്കും അറിയില്ല. അത് പിതാവിന് മാത്രമേ അറിയുള്ളൂ, പുത്രന് പോലും അറിയില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് മനുഷ്യരെടുത്ത് ഇപ്പം പ്രവചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഓരോരോ കാര്യങ്ങൾ, ഇങ്ങനെയൊരു സംഭവമുണ്ട്, അന്ത്യകാലം അടുത്തു, ലോകാവസാനം വരുമ്പോൾ നിങ്ങളിങ്ങനെ ഒരുങ്ങ് എന്നാണ് നമ്മൾ പറയേണ്ടത്. പാപം ചെയ്യാതെ ജീവിക്കുക, പരിഹാരങ്ങൾ ചെയ്യേ, ഇതാണ് നമ്മൾ കൊടുക്കേണ്ട ബോധ്യങ്ങൾ.
അല്ലാതെ ലോകാവസാനം എന്താ ഇപ്പോൾ വരും അപ്പോൾ അപ്പം മനുഷ്യർ അതിൻ്റെ പിന്നാലെ പോയിട്ട് അടുത്ത ടോക്ക് കേട്ടുകൊണ്ടിരിക്കും. പ്രാർത്ഥിക്കാൻ സമയമില്ല, പരിഹാരം ചെയ്യാനും സമയമില്ല. പ്രിയ സഹോദരങ്ങൾ, അങ്ങനെ ഒരു ആപത്ത് ഇവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട്. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നുണ്ട്, പഴയ നിയമത്തിൽ മരിച്ചവരുടെ അവസ്ഥ വെളിപാടിലൂടെ പൂർണ്ണമായും അനാവരണം ചെയ്യപ്പെടുന്നില്ല എന്ന്. അപ്പം മരിച്ചവരുടെ അവസ്ഥ പൂർണ്ണമായും വെളിപ്പെട്ട് കിട്ടില്ല. അതിൽ ഇപ്പോഴും ഒരു നിഗൂഢത, ഒരു രഹസ്യമുണ്ട്. ആ നിഗൂഢത, ആ രഹസ്യ മനോഭാവത്തിൽ, രഹസ്യാത്മകതയിൽ നിന്നിട്ട് വേണം നമ്മൾ കാര്യങ്ങളൊക്കെ പറയാൻ. അല്ലാതെ വെറും മനുഷ്യരായ നമ്മൾ ഇങ്ങനെയാണ് അങ്ങനെയാണ്, ഞാൻ സ്വർഗം കണ്ടിട്ടുണ്ട്, ഞാൻ നരകം കണ്ടിട്ടുണ്ട്, അങ്ങനെ പറയുമ്പോൾ ഈ ലിഖിതങ്ങളൊക്കെ നമുക്ക് കൂട്ടി യോജിപ്പിക്കാൻ പറ്റില്ല. കർത്താവ് തന്നെ പറയുന്നു, സ്വർഗഭാഗ്യത്തെക്കുറിച്ച് കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും ഹൃദയം ഗ്രഹിക്കാത്തതുമാണ് അതെന്ന്. അതായത് മനുഷ്യഹൃദയത്തിന് ഗ്രഹിക്കാൻ ഇന്ന് വരെ കൊടുത്തിട്ടില്ല പൂർണ്ണതയിൽ. വിശുദ്ധരായാൽ പോലും അവർക്കൊക്കെ അതിൻ്റെയൊക്കെ ഒരു ഭാഗ്യം കൊടുത്തിട്ടുള്ളൂ എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമ്മളിപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? എന്തായാലും ലോകാവസാനവും അന്ത്യവിധിയും ഒക്കെ ഉള്ളതാണ്. അത് പിതാവിന് മാത്രമേ ആ മണിക്കൂർ അറിയുള്ളൂ. അതിനായിട്ട് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഞാൻ വായിക്കുകയുണ്ടായി, നീ മരിച്ചാൽ നിന്റെ ലോകം അവസാനിച്ചു. വളരെ ശരിയാണത്. ഞാൻ ലോകാവസാനത്തെക്കുറിച്ച് പറയുന്നവരോട് ഞാൻ പറയും, കുറേ അധികം ചർച്ചകൾ എന്തിനാ? നാളെ നീ മരിച്ചാൽ നിന്റെ ലോകം അവസാനിച്ചു. അപ്പം എൻ്റെ ലോകം അവസാനിക്കും മുമ്പ് വലത്തുഭാഗത്ത് നിൽക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് കൂടുതൽ സമയം നമ്മൾ ചെലവഴിക്കേണ്ടത്. നമ്മുടെ സഭയുടെ അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ടോക്കുകൾ ഇങ്ങനെ കൂടി കേട്ട് ഒന്നുമല്ലാത്ത രീതിയിലാകും, ആകെ സംശയങ്ങളാകും. അപ്പോൾ നമുക്ക് ഇങ്ങനെ വിശ്വസിക്കാം, സ്വർഗവും നരകവും ശുദ്ധീകരണ സ്ഥലമുണ്ട്. പാപം ചെയ്താൽ ശുദ്ധീകരണത്തിനായിട്ട് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കും. ആ പാപത്തിൻ്റെ ഗൗരവം അനുസരിച്ച് നരക തുല്യമായ സ്ഥലത്തും കിടക്കും. അങ്ങനെ കർത്താവിൻ്റെ കരുണ നമ്മളെ അവസാനം സ്വർഗത്തിലെത്തിക്കും. ഇനി നരകം ആർക്കുള്ളതാണെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നരകം എന്താണ് എന്നുള്ളത് ഈ പഴയ നിയമത്തിൽ സ്വർഗവും നരകവും അല്ലാത്തൊരു മൂന്നാമത്തെ ഒരു സ്ഥലത്തിനെ കുറിക്കാൻ വേണ്ടി ഉപയോഗിച്ചേക്കുന്ന ഹെബ്രായ ഭാഷയാണ് ഷിയോൾ എന്ന്. അതിൻ്റെ ഗ്രീക്ക് വാക്കാണ്, തർജ്ജമയാണ് ഹെയ്ഡ്സ് എന്ന്. അപ്പോൾ ഈ ഷെയോളും ഹെയ്ഡ്സും നരകമല്ല, അതിനെ പാതാളം എന്നാണ് പറയുക. ഈ രണ്ട് സ്ഥലങ്ങളെ പാതാളം എന്നാണ് പറയുന്നത്. അതായത് നരകമല്ല, ഷെയോൾ ഹെയ്ഡ്സ്, ഇത് രണ്ടും നരകമല്ല. ഇതിന് പറയുന്ന പേരാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ പാതാളം. ക്രിസ്തു മരിച്ചതിന് ശേഷം പാതാളത്തിൽ ഇറങ്ങി എന്ന് പറയുന്നില്ലേ, അത് നരകമല്ല. അത് ഈ ഷെയോൾ ഹെയ്ഡ്സ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഇടമാണ്. അതായത് മനുഷ്യരുടെ ആത്മാക്കൾ, ദുഷ്ടരുടെയും നല്ലവരുടെയും ഒക്കെ ആത്മാക്കൾ കുടികൊള്ളുന്ന സ്ഥലമാണ് പാതാളം, ഷെയോൾ ഹെയ്ഡ്സ്. അപ്പം ഈ പാതാളത്തിൽ ഇറങ്ങിയ ഈശോ ആവശ്യമുള്ളവരൊക്കെ കൊണ്ടുപോയി, നല്ലവരെയൊക്കെ. അതുപോലെ ഈ നരകം എന്നതിന് പറയുന്ന ഒരു പേരാണ്, നിത്യനരകത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ബൈബിളിൽ ഉപയോഗിക്കുന്നത് ഗേഹന്ന എന്നാണ്. ഗേഹന്ന, ശമിക്കാത്ത അഗ്നി. ഇനിയിപ്പോൾ ഈ നരകത്തിൽ പോയി കുറച്ച് പാപം ചെയ്തവർ മരിക്കുമ്പോഴേക്കും നമ്മൾ നരകത്തിൽ പോയി എന്ന് പറയും. ചിലർ സ്വർഗത്തിൽ പോയി എന്ന് പറയും. പക്ഷേ അത് അങ്ങനെ പറയുമ്പോൾ വലിയ അപകടം ഉണ്ടാവില്ലേ? ആരാണ് നരകത്തിൽ പോകുക? സ്വതന്ത്ര മനസ്സോടെ ഒരു വ്യക്തി കർത്താവിന് വേണ്ട എന്ന് പറഞ്ഞ് മരിക്കുമ്പോഴാണ് അത് നരക അഗ്നിയിൽ കിടക്കേണ്ട വരിക. അതായത് പിതാവിൻ്റെ കരുണയെ നിശ്ചയത്തോടെ ഉറപ്പിച്ച് തിരസ്കരിച്ച് ജീവിതത്തിൻ്റെ അന്ത്യനിമിഷങ്ങളിൽ പോലും തിരസ്കരിച്ചു. അന്ത്യനിമിഷത്ത് പോലും മാനസാന്തരം വന്നിട്ടില്ല. അങ്ങനെ ഉള്ളവർക്കുള്ള അവസ്ഥയാണ് ഈ നരകം. അതധികം ഉണ്ടാകില്ല എന്നാണ് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു മനുഷ്യനെ ഒരു നന്മയും ഇല്ലാതെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അവനിതുപോലെ പോകും. ഇനി മനുഷ്യർ മരിച്ചാൽ നരകത്തിലാണോ സ്വർഗത്തിലാണോ എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. കാരണം ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോൾ അവൻ ദുർമരണമാണ് മരിച്ചത്, ആക്സിഡൻറ്റിൽ മരിച്ചു. ഞങ്ങളുടെ അടുത്തൊരു സംഭവം ഉണ്ടായി. ഒരു 1-2 വർഷം മുൻപ്
ഒരു മകൻ വേറൊരു ജാതിയിൽ നിന്ന് കല്യാണം കഴിച്ചു, ഇടവകയിൽ നിന്ന് അകന്നു, ഒരു കാര്യങ്ങളും ചെയ്യാതായി, അവസാനം ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. ഈ ആക്സിഡൻറ്റിൽ മരിച്ചപ്പോൾ അവൻ്റെ സഹോദരങ്ങളെ ഇടവക പള്ളിയിൽ സംസ്കരിക്കാൻ വേണ്ടി നെട്ടോട്ടാണ്. കാരണം അവൻ പള്ളിയായിട്ടൊരു ബന്ധവുമില്ല. അപ്പം എന്തായാലും പിന്നെ കുറേ നൂലാമാലകളൊക്കെ പറഞ്ഞ് പള്ളിയുടെ ഒരു കുഴി കിട്ടി. ജീവിക്കുമ്പോൾ ഇവനും ആലോചിച്ചില്ല, മരിച്ചാൽ എൻ്റെ ഈ ശരീരം കൊണ്ട് ഇവർ ഓടി നടക്കണ്ടേ, അപ്പം ഞാൻ ഏതിലെങ്കിലും ഒന്ന് നിൽക്കട്ടെ എന്ന് അവനും വിചാരിച്ചില്ല. ഇവനെ നോക്കി എല്ലാവരും പറഞ്ഞു നരകത്തിൽ കിടക്കാൻ പോകണേ, പിന്നെ എന്തിനെങ്ങനെ. പക്ഷെ നമുക്കത് പറയാനുള്ള അവകാശമില്ല, യോഗ്യതയൊന്നുമില്ല. നമ്മൾ ആരാ വിധിക്കാൻ? ആ ആക്സിഡൻറ്റ് പറ്റി ആ കാനയിൽ കിടന്ന് 2-3 മണിക്കൂർ സമയം അവൻ്റെ മനസ്സിൽ അനുതാപം ഉണ്ടായിട്ടുണ്ടോ, ദൈവമേ എന്ന് വിളിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. ദൈവത്തിൻ്റെ കരുണ ആ വിളിയിൽ അവൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടോ എന്നറിയില്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ നരക തുല്യമായിട്ടുള്ള അത്രയും ഓരോരുത്തർക്കും ഓരോരുത്തരുടെ പാപത്തിനനുസരിച്ചിട്ടുള്ള സഹനാണല്ലോ. അപ്പം നരക തുല്യമായിട്ടുള്ള ഒരവസ്ഥയിലാണ് അവൻ കിടക്കുന്നതെങ്കിലോ. അതുകൊണ്ട് നമുക്ക് നരകത്തിൽ പോയി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ സ്വർഗത്തിലും പോയി എന്ന് പറയരുത്. ഇതിലൂടെ ഉണ്ടാകുന്ന വലിയൊരു അപകടം, സ്വർഗത്തിൽ പോയവർക്ക് വേണ്ടി പിന്നെ പ്രാർത്ഥിക്കണ്ട. പ്രാർത്ഥിക്കണോ? നമ്മൾ പ്രാർത്ഥിക്കാറില്ലല്ലോ. സ്വർഗത്തിൽ പോയവർക്ക് വേണ്ടി പിന്നെ ഇതിനെ പ്രാർത്ഥിക്കുന്നത്. സ്വർഗം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ തൃത്വത്തോടൊത്തുള്ള വാസാണ്. പരിശുദ്ധ തൃത്വത്തോടും സ്വർഗീയ മാലാഖമാരോടും പരിശുദ്ധ അമ്മയോടും ഒക്കെ കൂടെയുള്ള വാസമാണ് സ്വർഗം. അപ്പം ഈ പരിശുദ്ധ തൃത്വത്തിൻ്റെ അടുത്തിരിക്കുന്ന സ്വർഗത്തിലേക്ക് പോയ ആത്മാവിന് വേണ്ടി എന്തിനാ പിന്നെ പ്രാർത്ഥിക്കുന്നത്? അതുപോലെ തന്നെയാണ് നരകം. നരകത്തിൽ പോയി എന്ന് നമ്മൾ അങ്ങോട്ട് വിധി എഴുതിയാൽ പിന്നെ ആ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണോ? വേണ്ട. നരകത്തിൽ പോയവർക്ക് രക്ഷയില്ല. പിന്നെ അങ്ങനെ നമ്മൾ നരകത്തിൽ പോയി എന്ന് പറയുമ്പോൾ ഈ ആത്മാവ് നരകത്തിൽ പോയിട്ടില്ലെങ്കിൽ പിന്നെ അതിനു വേണ്ടി ആര് പ്രാർത്ഥിക്കും? അതുകൊണ്ട് ഇത് രണ്ടും പറയരുത് എന്നാണ് നമ്മളോട് വിശുദ്ധരൊക്കെ ആവശ്യപ്പെടുന്നത്. ഈ വിശുദ്ധരെ ആവശ്യപ്പെടുന്നത്, ഞാൻ വിശുദ്ധ ചാവറ പിതാവിൻ്റെ ആത്മാനുതാപം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു വലിയ സത്യമാണിത്. അതിനു മുമ്പും ഞാൻ ശുദ്ധീകരണ സ്ഥലത്തിനെ കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ കുറേ റെഫറൻസ് എടുത്തപ്പോൾ അതിലും പല വിശുദ്ധർക്കും പലരും പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങൾ സ്വർഗത്തിലല്ല എന്ന്. അപ്പം ഞാൻ ചാവറ പിതാവിൻ്റെ ഈ ലേഖനത്തിൽ, ഈ എഴുത്തിലെ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ ഈ ഒരു പങ്കുവയ്ക്കൽ അവസാനിപ്പിക്കുകയാണ്. അടുത്ത പങ്കുവയ്ക്കലുകൾ എന്നും തുടർച്ചയായിട്ടൊന്നും ഇടില്ല. പക്ഷേ എങ്കിലും ഈ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുമുള്ള ഞാൻ അറിഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ക്രോഡീകരിച്ച് ഓരോ ഭാഗമായിട്ട് ഇടാം. അതിൽ കുറേ സംശയങ്ങൾ തീർന്നു കിട്ടും. ഇവിടെ ഞാൻ പറയുന്നത് ചാവറ പിതാവിൻ്റെ ആത്മാനുതാപത്തിൽ നിന്ന് കിട്ടിയതാണ്. അതായത് വളരെ ദരിദ്രമായിട്ടൊരു സ്ത്രീ ജീവിച്ചിരുന്നു. ഒരു അമ്മൂമ്മ വയസ്സ് ചെന്നിട്ട്, ആളുടെ 2 മക്കൾ കന്യാസ്ത്രീകളായിരുന്നു. അപ്പോൾ ഈ അമ്മ മരിക്കാറായി കിടക്കുന്ന സമയത്ത് വേറൊരു പുണ്യപ്പെട്ട ഒരു സ്ത്രീ, നല്ല പ്രാർത്ഥനയുള്ളൊരു സ്ത്രീ വന്ന് ഇവരുടെ അടുത്തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരൊരു ദർശനം കണ്ടു. പുണ്യപ്പെട്ട സ്ത്രീയാണ് കേട്ടോ, സാധാരണ സ്ത്രീയല്ല, നല്ലൊരു പുണ്യപ്പെട്ട സ്ത്രീ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇവരുടെ അടുത്ത് വന്നിരുന്നു. ഈ അമ്മാമ്മയുടെ അടുത്ത് അപ്പോൾ ഒരു ദർശനം കണ്ടു. ദർശനം ഇപ്രകാരമായിരുന്നു: രാജാതിരാജനായ യേശുനാഥൻ അനേകം കന്യകാമണികളാൽ പരിസേവിതനായി, അതുപോലെ സ്വർഗരാജ്ഞി, മാലാഖമാർ, സ്വർഗത്തിൻ്റെ താക്കോൽക്കാരനായ പത്രോസ്, ഇവരെല്ലാം ആ കൊച്ചു കുടിലിൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. ആ വൃദ്ധയുടെ ദേഹം കിടക്കുകയാണ് കേട്ടോ കുടിലിലെ, അന്ത്യശ്വാസം വലിക്കാൻ പോവാണ്. അങ്ങനെ വന്നപ്പോൾ കുറേ ഭൂതങ്ങളും പിശാചുക്കളൊക്കെ ഇതിനെ പിടിച്ചു വലിക്കുന്നുണ്ട്. അത് അന്ത്യസമയത്ത് നമുക്കറിയാലോ, പിശാചുക്കളും മാലാഖമാരും തമ്മിലുള്ള യുദ്ധം ഉണ്ടാവും. നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെ എണ്ണി പറഞ്ഞിട്ട് പിശാച് പറയും, ഇവൻ എൻ്റെ ആളാണ്, നരകത്തിലേക്കുള്ളതാന്ന് പറയും. അപ്പം മാലാഖ പറയും, ശരിയല്ല, ഇവൻ ഇന്ന നന്മകൾ ചെയ്തിട്ടുണ്ട്, ഇവിടെ ഇന്ന പുണ്യപ്രവൃത്തി ചെയ്തിട്ടുണ്ട്, ഇവിടെ ഞങ്ങൾ കൊണ്ടുപോകും. ആ പിടിച്ചുവലിയുണ്ട്. അപ്പോൾ ഭൂതങ്ങളും പിശാചുക്കളും വന്നപ്പോൾ പുണ്യാത്മാക്കൾ ഇവരെയൊക്കെ ഓടിക്കുന്നു. ദൈവമാതാവ് ആ രോഗിയുടെ നെറ്റിയിലെ വിയർപ്പ് കണങ്ങൾ തുടയ്ക്കുന്നു. എന്നിട്ട് ആ സമയത്ത് ഇത് മരിക്കുകയാണ്. മരിച്ചപ്പോൾ ഇതിൻ്റെ ആത്മാവിനെ ദൈവമാതാവ് സ്വന്തം കരങ്ങളിലെടുത്ത് മറഞ്ഞു. ഈ ഒരു ദർശനം ഈ പുണ്യപ്പെട്ട സ്ത്രീ കണ്ടു.
അങ്ങനെ ഈ വൃദ്ധയുടെ 2 കന്യാസ്ത്രീ മക്കളും സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഈ പുണ്യസ്ത്രീ പറഞ്ഞു, ഇങ്ങനെയൊരു ദർശനം കണ്ടിട്ടുണ്ട്, അമ്മ സ്വർഗത്തിലാണ്. സന്തോഷമായി അവർക്ക്. അതുകൊണ്ട് അവരൊരു പ്രാർത്ഥനയോ ഒരു കുർബാനയോ ഒന്നും ചെല്ലിച്ചില്ല. അമ്മ സ്വർഗത്തിലല്ലേ, മാതാവല്ലേ കൊണ്ടുപോയേക്കണത്. അങ്ങനെ കുറേ നാളുകൾ കടന്നു പോയപ്പോൾ ഒരു ദിവസം ഈ പുണ്യപ്പെട്ട സ്ത്രീ മുട്ടിമേ നിന്നിങ്ങനെ ധ്യാനിക്കുന്ന സമയത്ത് അഗ്നിനാളങ്ങൾ ഉജ്ജ്വലിക്കുന്നതിന് നടുവിൽ അഗ്നി വസ്ത്രങ്ങൾ അണിഞ്ഞ ഒരു ആത്മാവ് നിൽക്കുന്നത് കണ്ടു. ഒരാശ്വാസവും ഇല്ലാതെയാണ് ആത്മാവ് നിൽക്കുന്നത്. അപ്പോൾ ഭയങ്കര ദുഃഖത്തിന്റെ ശബ്ദം അത് പുറപ്പെടുവിച്ചു. ഈ പുണ്യപ്പെട്ട സ്ത്രീ ചോദിച്ചു, നീ ആരാണ്, എന്തിനായിട്ടാണ് ഇങ്ങനെ വന്നത്? അപ്പോൾ ഈ ആത്മാവ് പറഞ്ഞു, ഞാൻ നിന്റെ സ്നേഹിതയാണ്, ഞാനിപ്പോൾ മഹാദുഃഖത്തിലായി, നീ കാരനാണ്. നീ എൻ്റെ പെൺമക്കളോടും കൂടി പറഞ്ഞില്ലേ ഞാൻ ഇങ്ങനെ ദർശനം കണ്ടു പോയിന്ന്, അതുകൊണ്ട് എൻ്റെ പെൺമക്കളും കൂടി എനിക്ക് ഒന്നും ചെയ്യുന്നില്ല, നീയോ ചെയ്യുന്നില്ല, അവരും ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോഴും അഗ്നിച്ചൂളയിൽ വെന്തുരുകിക്കൊണ്ടിരിക്കുക. ഈ പുണ്യപ്പെട്ട സ്ത്രീ പറഞ്ഞു, ഇത് കേട്ടപ്പോൾ സംഭ്രമായി, ദർശനം തെറ്റിപ്പോയോ? ഇവർ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ദർശനം കണ്ടതാണ്, നിന്റെ ആത്മാവിനെ ദൈവമാതാവ് എടുത്തുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ സഹോദരി പറഞ്ഞു, അത് വളരെ ബുദ്ധിമോശമായി. ആ വൃദ്ധയായ ആത്മാവ് പറഞ്ഞു, അയ്യയ്യോ എൻ്റെ സഹോദരി, സ്വർഗീയ നഗരത്തിലെത്താൻ എത്രയധികം പരിശുദ്ധി വേണമെന്ന് നിനക്കറിയോ? അല്പമായ മാലിന്യത്തിൻ്റെ നിഴൽ പോലും സ്വർഗപുരിയിലെത്താൻ തടസ്സമാണ്. ദൈവമാതാവ് ദയാവായ്പ മൂലം എന്നെ ദൈവകോപത്തിൽ നിന്നാണ് മോചിച്ച് കൊണ്ടുപോയത്, ദൈവകോപത്തിൽ നിന്ന്. പക്ഷേ ഞാൻ ചെങ്കൽ ചൂളയിലാണ് കിടക്കുന്നത്. നിത്യനരകത്തിലേക്ക് പോകാതിരിക്കാൻ ദൈവമാതാവ് സഹായിച്ചു എന്നേ ഉള്ളൂ. ഇപ്പം ചെങ്കൽ ചൂളയിലാണ്, നീ എന്നെ മറക്കരുത്, ദയവ് ചെയ്ത് എൻ്റെ പെൺമക്കളോട് ഇതൊന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ അതിൽ പറയുന്നുണ്ട്, സർവേശ്വരൻ്റെ നീതിവിധിയെ ദയാമസരണമാക്കാൻ ഇനി നിങ്ങൾക്ക് മാത്രമേ കഴിയൂ, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന്. അങ്ങനെ ഈ ആത്മാവ് പറഞ്ഞു കേട്ട് ഈ പുണ്യപ്പെട്ട സ്ത്രീ ഭയങ്കര ദുഃഖിച്ചു. മക്കളോട് പറഞ്ഞു, എല്ലാവരും പരിശുദ്ധ കുർബാനയെ ചെയ്യാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ വൃദ്ധയുടെ ആത്മാവ് സന്തോഷമുള്ള സ്ഥലത്തേക്ക് പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരാളും നമ്മൾ വെറുതെ ഓരോ ദർശനങ്ങളും സന്ദേശങ്ങളും എന്ന് പറഞ്ഞിട്ട് സ്വർഗത്തിലായിട്ടുണ്ട്. ചിലർ കുറേ മക്കളെ എന്നോട് ചോദിക്കും, ഇന്നാൾ നല്ല സ്വർഗത്തിലെത്തിയോ? ഞാൻ അവൻ ആരും സ്വർഗത്തിലെത്തിയിട്ടില്ല, വെറുതെ സ്വർഗത്തിലെത്തിയോ ചോദിക്കൊന്നും വേണ്ട. കാരണം ഫാത്തിമയിലെ അമ്മ പറഞ്ഞില്ലേ, ഒരു പക്ഷേ ലോകാവസാനം വരെ ആ പെൺകുട്ടി കിടക്കേണ്ട വരുന്നു. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ? നമ്മൾ 10 കൊല്ലം ജീവിച്ചാൽ നമ്മൾ വണക്കമാസത്തെ കണക്ക് കണ്ടല്ലോ, എത്ര ദിവസം എത്ര വർഷം കിടക്കേണ്ട വരും. അപ്പോൾ വർഷങ്ങൾ കൂടി മരിക്കുമ്പോഴോ അത്രയ്ക്കും വർഷങ്ങൾ കിടക്കേണ്ടി വരും. അതെത്രയാണെന്നോ, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ നീതി, അതൊക്കെ എത്രയാണെന്നൊന്നും കൃത്യമായിട്ട് ഒരു മനുഷ്യർക്കും പ്രവചിക്കാൻ പറ്റില്ല. അത് വിശുദ്ധ ഗ്രന്ഥ കത്തോലിക്ക സഭയൊക്കെ പറയുന്നതാണ്. അതുകൊണ്ട് ഈ ചെറിയ ചെറിയ ഓരോ പ്രാർത്ഥനക്കാർ വന്നിട്ട് പറയും, ഓ അമ്മച്ചിയല്ലേ സ്വർഗത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. മറ്റുള്ളവർ പറയും, ഓ ആളല്ലേ നരകത്തിൽ പോയിട്ടോ. ഇത് രണ്ടും വലിയ അപകടകരമാണ്. ഇവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ ബുദ്ധിക്ക് എന്താണ് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്, മരിച്ചു പോയ സകലർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അത് എത്ര നാൾ പ്രാർത്ഥിക്കണം? ഇപ്പം അപ്പച്ചൻ രക്ഷപ്പെട്ടോ, ഇപ്പം ചാച്ചൻ റെഡിയായോ, ഇത് ചോദിക്കണ്ട. നമ്മൾ നമ്മുടെ മരണം വരെ മരിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വലുതും ആ ആത്മാവ് രക്ഷപ്പെട്ടു പോയി, ഇനി പ്രാർത്ഥന വേണ്ട എങ്കിൽ ഇത് പരിശുദ്ധ അമ്മയുടെ കയ്യിൽ കൊടുക്കണേ. അമ്മ അതെടുത്തിട്ട് വേറെ പ്രാർത്ഥനയൊന്നും കിട്ടാതെ ശുദ്ധീകരാത്മാക്കൾക്ക് കൊടുത്തോളും. പ്രാർത്ഥനകളും സഹനങ്ങളും ഒന്നും വൃഥാവരായിട്ട് പാഴ്വേലയായിട്ട് പോവില്ല. നമ്മൾ അവിടെ ഒരു ആത്മാവിനെ രക്ഷപ്പെടുത്തിയാലും നമ്മുടെ പാപങ്ങളാണ് ഡിലേറ്റ് ചെയ്ത് പോണേന്ന് ഓർക്കണം. 2 ഗുണമുണ്ട്. വണക്കമാസത്തിൽ അത് ധ്യാനിച്ചില്ലേ നമ്മൾ. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇനി ഒരിക്കലും ഈ സംശയങ്ങളുമായിട്ട് ആരുടെയും പുറകെ പോകണ്ട. ഇങ്ങനെ മാറി 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 ക്ലാസ്സുകൾ കേട്ടിട്ട് ആ ക്ലാസ്സുകൾ കേൾക്കുന്നതുകൊണ്ട് പ്രയോജനമില്ല. നമ്മൾ പരിഹാരവും പ്രാർത്ഥനയും പരിശുദ്ധ കുർബാനയും അർപ്പിക്കുമ്പോഴാണ് പ്രയോജനം വരുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒരു ബേസിക് വിശ്വാസത്തിൽ നിൽക്കാം. മരിച്ചവരൊക്കെ ശുദ്ധീകരണ സ്ഥലത്താണ് കിടക്കണേ. അവർക്ക് വേണ്ടി നമ്മൾ മരണം വരെ പ്രാർത്ഥിക്കണം.
അവർ രക്ഷപ്പെട്ടോ എന്ന് അന്വേഷിക്കണ്ട. നമ്മൾ എത്ര അന്വേഷിച്ചാലും അതിൻ്റെ യഥാർത്ഥ സ്ഥിതിയൊന്നും അറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഇത്രയും ഒരു വിശ്വാസത്തിൽ നിൽക്കുക. സ്വർഗം, നരകം, അന്ത്യവിധി, ശുദ്ധീകരണ സ്ഥലം ഒക്കെ ഉണ്ട്, തനത് വിധി. അപ്പോൾ മരിച്ച ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥന തുടങ്ങണം. സൽകൃത്യങ്ങൾ, ദാനധർമ്മങ്ങൾ, പരിശുദ്ധ കുർബാനകൾ, നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ എല്ലാവർക്കും വേണ്ടി കാഴ്ചവെച്ചാൽ മതി. അല്ലാതെ സ്വർഗത്തിലെത്തി നരകത്തിലെത്തിയെന്ന് നമ്മൾ തന്നെ വിധിച്ച പിന്നെ ഈശോമിശിക എന്തിനാ അന്തിമ ദിവസം വരണേ? ഇങ്ങനെ ഇവിടെയുള്ളവരെന്നെ വിധിക്കാൻ തുടങ്ങിയാൽ അപ്പോൾ വിധി നമ്മുടെ കയ്യിൽ ആരും ഏൽപ്പിച്ചിട്ടില്ല, അത് പുത്രൻ തന്നെ വിധിച്ചോളും. പിന്നെ ലോകാവസാനത്തിൻ്റെ ദിവസവും മണിക്കൂറും ടൈമും ഒന്നും പുത്രന് പോലും അറിയില്ല, അത് പിതാവിനെ അറിയുള്ളൂ. എന്തായാലും നമുക്കൊരു കാര്യം അറിയാലോ, ലോകാവസാനമുണ്ട്, അന്ത്യവിധി ഉണ്ട്. അതിൻ്റെ അടയാളങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ആകാശത്തിൻ്റെ കുരിശടയാളത്തിൽ കൂടെയൊക്കെ വരും, ഭൂകമ്പങ്ങളും മറ്റതും മറിച്ചതൊക്കെ വരും. ഇതൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് അന്ത്യകാലത്തിൻ്റെ അവസ്ഥകളാണ് എന്ന്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നമ്മുടെ ജീവിതം നന്നാക്കണം, നമ്മൾ മാനസാന്തരപ്പെടണം, നമ്മൾ സഹനങ്ങൾ ഏറ്റെടുക്കണം. എന്നിട്ട് നമുക്കും വേണ്ടി കാഴ്ചവെക്കാം, ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയും പാപികൾക്ക് വേണ്ടിയും. സമൂഹത്തിലൊരു കൂട്ടം ആളുകൾ പാപം ചെയ്തത് നമ്മൾ യൂട്യൂബിൽ കാണാണ്. നമ്മൾ വിധിക്കാൻ നിൽക്കണ്ട, ചർച്ചയും നടത്തണ്ട. ഉടനടി ദൈവമേ ഇവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുക്കണേ, അവരുടെ പാപങ്ങൾക്ക് പരിഹാരമായതേ ഞാൻ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയണം. അതാണ് പറയേണ്ടത്. കാരണം നമ്മൾ വിധിക്കാൻ നിന്നാൽ ആ വിധി വളരെ മോശമാണ്. കർത്താവ് വിധിക്കട്ടെ, കർത്താവിന് വിട്ടുകൊടുക്കാൻ വിധി. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഞാൻ ഇവിടെ കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത പങ്കുവയ്ക്കൽ മുതൽ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ളതും നരകത്തെക്കുറിച്ചുള്ള ആധികാരികമായി ഞാൻ അറിഞ്ഞ വിവരങ്ങൾ ഒന്നൊന്നായിട്ട് നിങ്ങളോട് പങ്കുവയ്ക്കാം. അത് നമ്മൾ വായിച്ച് ധ്യാനിച്ച് നമ്മുടെ ബോധ്യങ്ങളൊക്കെ ശരിയാക്കിയെടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഇന്ന് നമുക്ക് ഈശോയുടെ കയ്യിലെല്ലാം കൊടുക്കാം. സ്വർഗം, നരകം, ലോകാവസാനം, ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ അവസാനിപ്പിച്ച് ജീവിതം ക്രമീകരിച്ച് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് നമ്മൾ പഠിച്ച് അവസാന വിധിയിൽ കർത്താവ് ഇങ്ങനെ ചോദിക്കുമെന്ന് പറഞ്ഞില്ലേ, എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷിക്കാൻ തന്നില്ല. നിങ്ങൾ ഓരോരോ ടോക്കുകൾ മാറി മാറി കേട്ടു, പക്ഷേ ഞാൻ ജയിലിലായിരുന്നപ്പോൾ വന്ന് കണ്ടില്ല. ഞാൻ വസ്ത്രമില്ലാതെ നിങ്ങളുടെ അടുത്ത് വന്നു, നിങ്ങളത് തന്നില്ല. നിങ്ങൾ ടോക്കുകൾ മാറി മാറി കേട്ടു, പ്രയോജനമില്ല. വിശുദ്ധ ഗ്രന്ഥത്തിൽ കർത്താവ് ഇതാ പറയുന്നത്, നിങ്ങളുടെ ഈ ചെറിയ സഹോദരങ്ങൾക്ക് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്കാണ് ചെയ്തത്. ആ ഒരു മനോഭാവത്തോടു കൂടെ നമ്മൾ മറ്റുള്ളവർക്ക് സഹായം ചെയ്യാനും സ്നേഹിച്ചവരെ വഞ്ചിക്കാതിരിക്കാനും ഹൃദയങ്ങളെ വിഷമിപ്പിക്കാതിരിക്കാനും നമ്മുടെ പ്രവൃത്തികളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരുത്താനും, അതാണ് സ്നാപക യോഹന്നാൻ പറഞ്ഞ് മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈ ലോകാവസാനം പറഞ്ഞ് നിൽക്കണ്ട. എൻ്റെ ലോകം, എനിക്ക് ക്യാൻസർ വന്ന് എനിക്ക് കുറി കിട്ടിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എൻ്റെ ലോകം പെട്ടെന്ന് അവസാനിക്കും. അപ്പം ഈ മറ്റേ ലോകാവസാനത്തെക്കുറിച്ച് ചിന്തിക്കൊന്നും വേണ്ട. എൻ്റെ ലോകം അവസാനിക്കുന്നതിനേക്കാൾ മുമ്പ് എൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കി വെക്കുക. ഇതുപോലെ ഓരോ മനുഷ്യരും ചിന്തിച്ചാൽ മതി. നമ്മൾ ലോകാവസാനം, എന്നാലും എനിക്കറിയാം ഒരാൾ മരിച്ചു, ലോകാവസാനത്തെക്കുറിച്ച് ഭയങ്കരമായിട്ട് ചർച്ച നടത്തിയ ആളാണ്. ഞാൻ പറഞ്ഞു, അവൻ ലോകാവസാനത്തെക്കുറിച്ച് ചർച്ച നടത്തി അവൻ്റെ ജീവിതം നന്നാക്കാൻ നേരം കിട്ടിയിട്ടില്ല. അങ്ങനെ ആവരുത്. പ്രിയ സഹോദരൻ, നമുക്ക് സംശയങ്ങൾക്കൊക്കെ ഇവിടെ വിരാമമിടാം. നമ്മുടെ മരിച്ചു പോയവർ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കിടക്കുന്നുണ്ട്, ശുദ്ധീകരണ സ്ഥലത്ത്. അത് എൻ്റെ അപ്പച്ചന് മോചനം കിട്ടിയോ, ദുഃഖത്തിലാണോ, ഒന്നുമില്ല. നിനക്ക് ചെയ്യാനുള്ളത് നീ ചെയ്തിട്ടുണ്ടോ? നീ സ്വസ്ഥമായിട്ടിരുന്നോ? നിനക്ക് ചെയ്യാൻ കഴിയാവുന്ന നന്മ ഈ മരിച്ചവർക്ക് വേണ്ടി നീ ചെയ്തിട്ടുണ്ടോ? പിന്നെ നീ അന്വേഷിക്കണ്ടാന്നേ. അവരവിടെ കിടക്കുന്നുണ്ടാകും. നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകളൊക്കെ അവർക്ക് ഫലം ചെയ്യുമ്പോൾ മാതാവിൻ്റെ കയ്യിൽ കൊടുക്കണേ. ദൈവം നമ്മുടെ എല്ലാ സംശയങ്ങളും തീർത്തു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.